എന്റെ കയ്യിലില്ലാത്ത ഒരു സംഗതി ഹർഷന്റെ കയ്യിൽ ധാരാളമായിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് അവിടെ നിന്ന് എടുത്താൽ എന്താ കുഴപ്പം ബി ജെ പി എന്റെ കയ്യിൽ സ്വാതന്ത്ര്യ സമര സേനാനികളില്ല. ഞങ്ങൾക്ക് ആ സമയത്ത് വേറെ പരിപാടിയായിരുന്നു. ഞങ്ങൾ ഈ പശു നിരോധനം, ഗോവധ നിരോധനം പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമരം കുറെ ആളുകൾ നടത്തുന്നു. എന്ന് വെച്ചാൽ VR കൃഷ്ണൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം ഉണ്ട്. അതായത് 1920 തൊട്ട് RSS ഉണ്ട്, 1951 ജനസംഘം ഉണ്ട്, 1980 തൊട്ട് BJP ഉണ്ട്. ഈ കാലങ്ങളെല്ലാം VR കൃഷ്ണൻ ജീവിച്ചിരിക്കുന്ന നാട്ടിൽ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ താല്പര്യം പോയിട്ട് അങ്ങനെ അദ്ദേഹം ഹർഷൻ പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് പക്ഷേ ഹർഷൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. 20 വർഷത്തിന് ശേഷം BJPയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പുതിയ BJPക്കാരൻ അവിടെ ചെല്ലുമ്പോൾ കാണുക കെ കരുണാകരന്റെയും VR കൃഷ്ണൻ എഴുത്തച്ഛന്റെയും ചേറ്റു ശങ്കരനാരുടെയൊക്കെ പടമാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ. അയ്യോ, ഈ പ്രസ്ഥാനം വളരെ മഹത്തരമാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ എന്താ, നിങ്ങൾ 1920 തൊട്ട് RSS എന്ന് പറയുന്ന സംവിധാനവും ഹിന്ദുത്വ രാഷ്ട്രീയവും ഈ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ കൊണ്ടുവരാൻ പറ്റാത്തത്? നിങ്ങൾ ഒരാളെ ശോഭാ സുരേന്ദ്രനോട് നമ്മളാണ് ചോദിക്കണം. നിങ്ങൾ ഒരാളെ ചേറ്റു ശങ്കരനാർ, ശരി, ഓക്കെ, കോൺഗ്രസ് ഞങ്ങളെ ബഹുമാനിക്കുന്നു, VR കൃഷ്ണൻ ഞങ്ങൾ ആദരിക്കലേ ചെയ്യുള്ളൂ, ശരി, നിങ്ങൾ ആദരിക്കുന്ന നിങ്ങളുടെ ആളെവിടെ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് കിട്ടാത്തത്? എന്താണ് അവർക്ക്? അപ്പോൾ അതിൽ ആളുകളുടെ ഉള്ളിൽ എസ്റ്റാബ്ലിഷ് ആകുന്ന ഒരു കാര്യം, ഇവർക്ക് സ്വന്തം നിലക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ